എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നടന്ന എയർ ഇന്ത്യ വിമാനാപകടത്തിൻ്റെ ആ ഷോക്കിൽ നിന്നും ഇതുവരെയായും നമ്മളാരും വിമുക്തരായിട്ടില്ല. അത്രയ്ക്ക് ഖേദകരമായ ഒരു അപകടമാണ് നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിൻ്റെ അപകട കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമാക്കിയില്ല. അതിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾ അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. വളരെ വൈകാതെ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ നാം പ്രധാനമായി ഓർമ്മിപ്പിക്കേണ്ടത്, നമ്മുടെ മുന്നിൽ വന്ന് നമ്മെ വിഡ്ഢികളാക്കാൻ വിടിച്ചീലുകളുമായി നിൽക്കുന്ന പലരുമുണ്ട്. അവരെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുന്നിൽ സൗഹൃദം നടിച്ചും നമ്മുടെ ശത്രുരാജ്യങ്ങളോട് ചേർന്ന് അവർക്ക് വേണ്ട പ്രചോദനം, അവർക്ക് ആയുധമായും സാമ്പത്തികമായും എല്ലാ സഹായങ്ങളും ചെയ്ത് നമ്മുടെ പുരോഗതിക്ക് തുരങ്കം വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ ഉണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നാം ആരും മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ അധ്വാനത്തിലൂടെ, നമ്മുടെ ഇച്ഛാശക്തിയിലൂടെ, നമ്മുടെ പ്രയത്നത്തിലൂടെ നമുക്ക് പലതും നേടാൻ സാധിച്ചു. ആ നേട്ടം ഇനി നമ്മൾ കൈവരിച്ചു കൊണ്ടേയിരിക്കും. ഇന്ത്യൻസ് ഒരിക്കലും ആരെയും ഉപദ്രവിക്കാനോ മറ്റുള്ളവരെ നശിപ്പിക്കാനോ മറ്റു രാജ്യങ്ങളിൽ കടന്നു കയറി അവിടെ സമാധാനമില്ലാതാക്കാനോ നാം ശ്രമിക്കാറില്ല. എപ്പോഴെങ്കിലും നമ്മെ ഉപദ്രവിക്കുന്നതായാൽ, നമ്മളെ തകർക്കാൻ വരുന്നതായാൽ അതിനെ എതിരിടേണ്ടത് ഏത് രാജ്യക്കാരും ചെയ്യുന്ന ഒന്നായിരിക്കും. അതിലൊരു ഭാഗം തന്നെയാണ് നാം ചെയ്തത്. അതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് നാം തുടക്കം കുറിച്ച സിന്ധൂർ ഓപ്പറേഷൻ. അത് വിജയകരമായി നമുക്ക് വിജയിക്കാൻ സാധിച്ചു. അതിൽ ഒരു ചില രാജ്യങ്ങൾ അതൃപ്തരാണ്, നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ഉള്ളവരാണെങ്കിലും. അതുകൊണ്ട് ഇനി നാം ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഒരു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സഹായം പ്രതീക്ഷിച്ച് നാം ഉണ്ടാകരുത്. നമുക്ക് വേണ്ട അവരുടെ സഹായം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ സ്വന്തം ഭാഷ സംസാരിക്കുന്നവർ, സ്വന്തം സംസ്കാരം ഏറിപ്പിടിക്കുന്ന പലരിലും പല കപടശക്തികളുമുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരായി നിൽക്കാൻ. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ വിവരങ്ങളെക്കുറിച്ച് മറ്റു രാജ്യത്തിന്, പാകിസ്ഥാന് കൈമാറിയ പല ആൾക്കാരെ നമ്മൾ ഇതിനകം പിടിക്കപ്പെട്ടു, അവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇത് ഏജൻസിയുടെ മാത്രം കടമയില്ല. ഇത് നാം ഇന്ത്യക്കാരായ നാം ഓരോരുത്തരുടെയും, നമ്മുടെ മുന്നിൽ സംശയപരമായ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ ഉടൻ തന്നെ അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മുകളിലുള്ളവർക്ക് നാം അറിയിക്കേണ്ടതാണ്. ഇനി ഈ രാജ്യത്തെ ജീവിച്ച് ഈ രാജ്യത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ പോയിസൺസ്, വിഷജീവികളാണവർ. എന്തായിരുന്നാലും നാം എല്ലാം കണ്ട സത്യങ്ങളാണ്. പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ എന്നും പറഞ്ഞ ആ മനുഷ്യനെ അമേരിക്ക വിളിച്ചു വരുത്തി ആദരിക്കുകയും ട്രംപിൻ്റെ ബർത്ത്ഡേക്ക് അതിൽ ആ ഫംഗ്ഷനിൽ പങ്കെടുപ്പിക്കാനും ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹം പോയിരിക്കുകയാണ്.
എത്ര ഹീനമായ പ്രവൃത്തിയാണ് ഈ അമേരിക്ക നമ്മോട് കാണിച്ചതെന്ന് കാണുക. അവരെ ഇൻവൈറ്റ് ചെയ്ത് പോയതിൽ നമുക്കൊന്നും ദുഃഖമില്ല. പക്ഷേ പരസ്യമായി ഇത്രയും നമ്മൾ അവഹേളിക്കുന്ന ഒരു രാജ്യം എനിക്ക് തോന്നുന്നു മറ്റാരുമില്ല. ഇത് പാകിസ്ഥാനേക്കാളും ക്രൂരതയാണ് നമ്മളോട് ഈ അമേരിക്കൻ പ്രസിഡൻ്റ് കാണിക്കുന്നത്. സാരമില്ല. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നും അമേരിക്കയ്ക്ക് പലതും നമ്മെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു. അവർ വിചാരിച്ച ഇന്ത്യയല്ല ഇന്ന് അവരുടെ മുന്നിലുള്ളത്, അമേരിക്കയ്ക്കും ചൈനയ്ക്കും മുന്നിലുള്ളത്. നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വയ്ക്കും. അവർ നേരിട്ടല്ലെങ്കിലും നമ്മുടെ ശത്രു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് നമ്മളെ തകർക്കാൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ തീരങ്ങളിൽ ഉണ്ടാകുന്ന ഷിപ്പ് അപകടങ്ങൾ അതും മനഃപൂർവ്വം വരുത്തുന്നത് ആണെന്ന് പോലും സംശയിക്കേണ്ട തരത്തിലാണ് ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ആരംഭിച്ചത് മുതൽ തന്നെ മറ്റു പല ഇതര രാജ്യക്കാർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈനയുടെ കീഴിലുള്ള ഒരു സീപോർട്ടാണല്ലോ ഇവിടെ ശ്രീലങ്കയിലുള്ളത്. അതിനേക്കാൾ മികച്ച രീതിയിലുള്ള പോർട്ടാണിപ്പോൾ നമുക്ക് വിഴിഞ്ഞത്തുള്ളത്. അപ്പോൾ അതിനെയും തകർക്കാൻ വേണ്ടി അവിടുത്തെ ഷിപ്പ് ട്രാൻസിറ്റിന് മുടക്കം വരുത്താൻ വേണ്ടി പല ഗൂഢതന്ത്രങ്ങളും അവർ പ്രയോഗിക്കാം. ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും നമ്മളുമൊക്കെ ഒന്നായി ചേർന്ന് നിന്ന് ഒരു മനസ്സോടുകൂടി എല്ലാം എതിർത്ത് നാം മുന്നേറേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. എല്ലാവരും ഈ സാഹചര്യത്തിൽ എല്ലാവിധ സപ്പോർട്ടും ഒപ്പം പ്രതിപക്ഷവും ചേർന്ന് ഭരണപക്ഷത്തിന് വേണ്ട ധൈര്യവും അവർക്ക് വേണ്ട സപ്പോർട്ടും നാം കൊടുത്തിരിക്കണം. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ. താങ്ക് യു.